ഇന്നത്തേത് ഒരു ചോറൂണ് വീഡിയോ ആട്ടോ. അപ്പോൾ ത്രിലോകിന് 5 വയസ്സായിട്ട് നമ്മളൊരു ചോറൂണ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരെണ്ണം മുടങ്ങി കിടക്കണ്ടായിരുന്നു. അതായത് നമ്മുടെ ബേബിയുടെ അമ്മയുടെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് സർപ്പത്തിന്റെ. അപ്പോൾ അവിടെ നമ്മൾ ചോറൂണ് കൊടുക്കാൻ മുടങ്ങി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകണേ. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഒന്നും ചെയ്തില്ല. ലിപ്സ്റ്റിക്കും പൊട്ടും കുത്തി കണ്ണെഴുതാതെ മസ്കാര ഇട്ടു. എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. സോറി, ക്ഷമിക്കണം. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കോഡ് സെറ്റ് ആണ്. നല്ല കോട്ടൺ ആട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല തളുതളൂന്ന് കിടക്കുന്ന കോഡ് സെറ്റ് ആട്ടോ. അപ്പോൾ ത്രിലോകാണ് വീഡിയോ എടുത്തത്. അതാണ് തമ്പൊക്കെ കണ്ടത്. എനിവേ ഞാൻ ത്രിലോകത്തിന് താഴെ ഇറങ്ങിയേക്കാൻ വിചാരിച്ചോട്ടോ. ബേബി ആണെങ്കിൽ ഷെഡിലെ വണ്ടി കൊണ്ടിട്ടാണ് മഴ ആയതുകൊണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നി. ഇനി എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിലോ എന്ന് ഓർത്ത് നമ്മൾ ഇറങ്ങിയെന്നാട്ടോ. പെട്ടെന്ന് ഇറങ്ങിയെന്നാണ്. പിന്നെ അവിടെ ചെന്ന് പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ചോറൂണ് നടക്കാട് ഒരു കുഞ്ഞാവി ഉണ്ടായിരുന്നു, ത്രിലോകം ഉണ്ടായിരുന്നു. 2 പേർക്കാണ് ഇന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ അവരുടെ ചോറൂണൊക്കെ കൊടുത്തു, എല്ലാവരും കൊടുത്തു, പിന്നെ ഞാനും കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ സദ്യ കഴിച്ചു. സദ്യ ചെയ്തായിരുന്നു കേട്ടോ. എല്ലാ കറികളൊക്കെ കൂട്ടി സദ്യ അങ്ങോട്ട് കഴിച്ചേട്ടോ ഉച്ചയ്ക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പണി കിട്ടി. ഈ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി പാടം കാണണമെന്ന് പറഞ്ഞങ്ങ് പോയി, ഒരു വലിയ ആൾക്കാരെയും കൂട്ടാതെ. എന്നിട്ട് പിന്നെ ഞങ്ങളൊക്കെ അന്വേഷിച്ച് പോണതാട്ടോ. ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ അവന്മാർ പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയേക്കണത്. പിന്നെ നമ്മൾ അന്വേഷിച്ച് പോയതാണ്. നമ്മുടെ അടുത്ത് സജീവങ്ങൾ പറഞ്ഞു മര്യാദയ്ക്ക് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമ്മൾ പോയി പോയേക്കാം. എന്താ കേട്ടോ, ഇവരാണെങ്കിൽ ഫുൾ എൻജോയ്മെന്റ് വൈബ്, ഈവനിങ് വൈബൊക്കെ ഇങ്ങനെ അടിച്ചിരിക്കില്ലേ, അതുപോലത്തെ ഒരു സ്ഥലത്താട്ടോ നിൽക്കണേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ പാടവും ആ സംഭവമൊക്കെ കാണാൻ വേണ്ടി. പിന്നെ കുറേ നേരം ചീത്തയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു നമ്മൾ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളത് തിരിച്ചു വരാൻ വേണ്ടി നോക്കട്ടെ. പക്ഷേ ഞങ്ങൾക്ക് വലിയ ആൾക്കാർക്ക് തിരിച്ചു വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വന്നല്ലോ എന്ന് ഓർത്തിട്ടോ. പിന്നെ വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു സൈഡിൽ കൂടെ നമ്മൾ തിരിച്ച് നടന്നു പോകുന്നു കേട്ടോ. കുറച്ച് നേരം ഇവർ നമ്മളെ പേടിപ്പിച്ചൊക്കെ നിർത്തി, നിങ്ങളോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ അവരെയും കൊണ്ട് തിരിച്ചു വരാട്ടോ. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഉള്ളൊരു വീഡിയോ ഞാൻ ഇടാട്ടോ ഓൾറെഡി. ഈ പിക്ക് വാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിനകത്ത് എന്തോ ലോഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടി വച്ച് പിടിച്ചിട്ടാ, എല്ലാവരും കൂടി കൊണ്ട് നടന്ന് പെട്ടെന്ന് നമുക്ക് വീട് പറ്റാന്നുള്ള രീതിയിലായിട്ടോ. പിന്നെ എല്ലാവരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിറച്ചും ചെളിയും എന്തിനാ ഇവർ പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഇവരെല്ലാവരും കൊണ്ട് ഓടിച്ച് വീട്ടിലെത്തിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയുള്ള